ഞാനിതിൻ്റെ കൂടെ തന്നെ പുട്ടും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. പുട്ടും കടലക്കറിയും. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ഒരു കടലക്കറി തേങ്ങ വറുത്ത് അരച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 250 ഗ്രാം കടല കഴുകി കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു ചട്ടി ചൂടാക്കിയെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, ഒരു 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത്. അത് ഒന്ന് വറുത്ത് എടുക്കണം. ആദ്യമായിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ തേങ്ങ ഒരു ചുമപ്പ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, ബേ ലീഫ്, പെരുംജീരകം 1 ടീസ്പൂൺ, കുരുമുളക്, കറിവേപ്പില ഒരിതള്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ആവശ്യത്തിന്, ഇതൊന്ന് പച്ചമണം മാറുന്ന വരേക്കും ഒന്ന് ഇങ്ങനെ വറക്കണം. ഈ ഗ്യാസ് സ്റ്റവ് ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം വേണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഞാനൊന്ന് ചൂടാറ വയ്ക്കുകയാണ്. കഴുകി വെച്ചിരിക്കുന്ന കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 6 വിസിൽ വരണം. അപ്പോഴേ ശരിക്കും കടല വെന്ത് കിട്ടുള്ളൂ. ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി എടുത്തേക്കാണ്. എന്നിട്ട് അതിന് ശേഷം ഈ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുന്നതിലേക്ക്.
സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഒരു ചെറിയ സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവോള ചേർത്ത് കൊടുക്കണം. ഒരു തണ്ട് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ആവശ്യത്തിന് ഉപ്പ്, അത് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേർത്ത ശേഷം കറി നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് കിട്ടണം. നമ്മുടെ കടലക്കറി തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു വേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇച്ചിരി കൂട്ടിയിട്ടതിന് ശേഷം ഇത് പാകമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.